നെക്സ്റ്റ് ആണ് ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഡൈവേർജൻ ലെൻസ് ആണെങ്കിലും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു ഫോക്കസ് കിട്ടുന്നുണ്ടല്ലോ, അവിടെ എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ നമ്മുടെ പോളിലൂടെ പോയി ആൻഡ് ഒരെണ്ണം പാരലായിട്ട് പോയി ഡൈവേർജ് ചെയ്ത് പോയി. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ നമ്മുടെ ഈ ഒരു പോയിന്റിൽ എന്തുണ്ട്, ഒരു ഇമേജ് നമുക്ക് കിട്ടി. അത് വളരെ ചെറിയൊരു ഇമേജ്. ബട്ട് ആ ഇമേജിൻ്റെ ഫീച്ചർ എങ്ങനെയാണ്, ഇറക്റ്റ് ആൻഡ് വേർച്വൽ ആണ്. അപ്പോൾ വേർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇമേജിനെ നമുക്ക് നമ്മുടെ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ കിട്ടും. ഈ ഒരൊറ്റ ഇമേജ് മാത്രമേ നമ്മുടെ ഈ ഒരു ഡയഗ്രാം മാത്രമാണ് കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് സിമ്പിൾ ആണല്ലോ. ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്ത് ഫോക്കസിലേക്ക് വരയ്ക്കുക. അതെന്തായാലും ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്നിടത്തുള്ള ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, നേരെ തന്നെയായിരിക്കും. അതുകൊണ്ട് അത് വേർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും റേ ഡയഗ്രാംസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഇത് എക്സെപ്ഷണലാണ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ ലാസ്റ്റ് വണ്ണും. ആദ്യത്തെ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യും. ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത്, റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ആണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സെയിം കണ്ടു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അതായത് XY ആക്സിസ് തന്നിട്ടുണ്ടെങ്കിൽ Y ആക്സിസിൻ്റെ അപ്പർ പോർഷൻ പോസിറ്റീവ് ആയിരിക്കും, ലോവർ പോർഷൻസിൽ വരുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ X ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. എന്താണോ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ ജസ്റ്റ് മിറർ, ഇവിടെ ലെൻസ്, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതെന്താണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്, അത് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് Y ആക്സിസിൻ്റെ മുകളിലാണ്, സോ അത് പോസിറ്റീവാണ്. നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡാണ്, സോ അത് നെഗറ്റീവ് ആയിരിക്കും. ഈ പൊസിഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ V ആണ് ഈ തന്നിട്ടുള്ളത്, അതെന്താണ്, പോസിറ്റീവാണ്. ബട്ട് ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയുള്ള ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് അറിഞ്ഞിരിക്കേണ്ടത് വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ട പോലെ ഇവിടെയും എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോൾ അതിൽ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാല്യൂസിൻ്റെ സൈൻസ് എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് വൺ ആണ്, ദാറ്റ് ഈസ് ലെൻസ് ഇക്വേഷൻ. ഈക്വേഷൻ ബേസിലാണ് ഈ ചാപ്റ്ററിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് ഈക്വേഷൻ ബേസിസിലായിരിക്കും. സോ ലെൻസ് ഇക്വേഷൻ, മിറർ ഇക്വേഷൻ ആയിട്ട് ഒരിക്കലും ഇത് മാറിപ്പോരുത്. അവിടെ എന്താണ്, പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. സോ 1/f is equal to 1/v minus 1/u. v എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, u എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, f ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ട്സുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. f is equal to uv/u minus v, v is equal to uf/u plus f, and u is equal to fv/f minus v. അതായത് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം സ്കോർ ചെയ്യാൻ പറ്റും വേറൊരു ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് തന്നെ ഓർത്തിരുന്നാലും മതി, നിങ്ങൾ തന്നെ എക്സാം ടൈമിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആർക്കും മാറിപ്പോയത്, ലെൻസും മിററും മാറിപ്പോയത്, അത് ഒന്നിച്ച് പഠിക്കുക, വേർതിരിച്ച് ഒന്നിച്ച് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലൊരു മാഗ്നിഫിക്കേഷൻ കണ്ടു. ഇതും അത് തന്നെയാണ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് m is equal to hi/ho. മറ്റൊരു ഇക്വേഷൻ ആണ് m is equal to v/u എന്ന് പറയുന്നത്. നമ്മുടെ മിററിൻ്റെ കേസിൽ -v/u ആയിരുന്നു, ലെൻസ് വരുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് v/u. അപ്പോൾ ഈ ഇക്വേഷനും പഠിച്ചു വയ്ക്കാം. അപ്പോൾ 2 ഇക്വേഷൻസ് ആയി. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് അതിനു മുമ്പ് ഇൻ കേസ് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ആ ഇമേജ് എങ്ങനെയായിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. റിയൽ ഇൻവേർട്ടഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ആ ഒരു എക്സെപ്ഷണൽ കേസ് ഒഴിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വേർച്വൽ ആൻഡ് ഡയറക്റ്റ് ആണ്. അതെന്തായിരിക്കും, കോൺകേവ് ലെൻസ് ആയിരിക്കും. നോർമലി ചിലപ്പോൾ കേസിലെങ്ങാനും കോൺവെക്സ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
When an object of height 2 cm is placed at a distance 20 cm away from a lens, a real image is formed. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് HO is equal to 2 cm. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 cm away from the lens. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു തന്നിട്ടുണ്ട്. യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ -20 cm. ആൻഡ് എ റിയൽ ഇമേജ് ഇസ് ഫോംഡ് 40 cm away from the lens. അതായത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് V is equal to, അതെന്തായിരിക്കും? റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അങ്ങനെയെങ്കിൽ V പോസിറ്റീവ് ആയിരിക്കും. സോ പോസിറ്റീവ് 40 cm. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇമേജിൻ്റെ ഹൈറ്റ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ M is equal to HI/HO എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് HI is equal to M into HO. അപ്പോൾ നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കണം? ഈ എമ്മിനെ കണ്ടുപിടിക്കണം. എം കണ്ടുപിടിക്കുന്നത് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് V/U. സോ ആ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക. M is equal to V/U. ഇവിടെ V എത്രയാണ് വന്നിരിക്കുന്നത്? 40 cm ആണ് അല്ലേ? സോ 40 ഡിവൈഡഡ് ബൈ U is equal to -20. സോ സീറോസ് ക്യാൻസൽ ചെയ്തു. 4/2 is equal to -2 cm എന്ന് കിട്ടും. ഓക്കെ, അപ്പം മാഗ്നിഫിക്കേഷൻ കിട്ടി നമുക്ക് -2 എന്ന് കിട്ടി. സെൻറ്റിമീറ്റർ യൂണിറ്റ് എഴുതണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാലോ. മാഗ്നിഫിക്കേഷൻ ദാറ്റ് ഈസ് -2 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു 2. സോ മൈനസ് ഇൻറ്റു +2 ആണ്. ഒരു മൈനസ് ഉള്ളുവെങ്കിൽ ആൻസറും എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് തന്നെയായിരിക്കും. സോ -4 cm. ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഏത് ടൈപ്പ് ലെൻസ് ആണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് ഇത് റിയൽ ഇമേജ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇമേജ് റിയൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എവിടെ മാത്രമേ വരുന്നുള്ളൂ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ മാത്രമേ വരുന്നുള്ളൂ. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ വന്ന പാറ്റേൺ കണ്ടില്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മാഗ്നിഫിക്കേഷൻ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ഏത് ലെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ ഒരു പവർ കണ്ടിരുന്നു, അത് വേറെ ഇത് വേറെ. ഓക്കെ, അപ്പോൾ ലെൻസിൻ്റെ പവർ ഈ സ്പെക്സ് യൂസ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിക്കും ഈ കണ്ണടയുടെ പവർ എത്രയാണെന്നൊക്കെ. അപ്പോൾ ഒരു വാല്യൂ തരും. അപ്പോൾ അതാണ് എന്ത്? ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. ഈ പവർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്? ആ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. P is equal to 1/f. F എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത്, അതായത് തന്നിരിക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് നമ്മുടെ ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണിലും ഒരു അതായത് നാച്ചുറലി ഒരു ലെൻസ് ഉണ്ട്, അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോഴാണ് എന്ത് നമ്മൾ വേറൊരു ലെൻസ് എക്സ്ട്രാ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ആ വെക്കുന്ന ലെൻസിൻ്റെ പവർ നമുക്കറിയണം. ആ വെക്കുന്ന ലെൻസിൻ്റെ പവറൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? 1/f. അതായത് ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. ബട്ട് ആ എഫ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ മീറ്റർ. അതായത് നോർമലി ഫോക്കൽ ലെങ്ത് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് എന്ത് ചെയ്യാറ്? ആ മെഷർ ചെയ്യാറ്. ബട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും എന്ത്? ആ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ പവറിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഡയോപ്റ്റർ. അത് വൺ വേർഡ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് എന്നും കൂടെ ചോദിക്കട്ടോ. യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് ദാറ്റ് ഈസ് ഡയോപ്റ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ D വെച്ചിട്ടാണ് എന്ത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി പവർ ഓഫ് കോൺവെക്സ് ലെൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് ഇൻ കേസ് പ്രിസ്ക്രിപ്ഷനിൽ +1.25 ഡയോപ്റ്റർ ഇങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷനിൽ ഒരു ഡോക്ടർ തന്നിരിക്കുന്നതെങ്കിൽ ആ ലെൻസ് അതായത് ആ കുട്ടി യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതായത് പോസിറ്റീവ് ആണ് പവറെങ്കിൽ അതെന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ 1.5
-1.5 ഡയോപ്റ്റർ ഒക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ നോക്കി ആ കുട്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അറിയണം ഈ ഒരു ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ആയിരിക്കും. ആൻഡ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/f ആൻഡ് f ഷുഡ് ബി ഇൻ മീറ്റർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും എന്തുണ്ട്? പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സബ് ക്വസ്റ്റൻ ആണ് ഇത്. ഏത് ലെൻസാണ് ആ കുട്ടി യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ലെൻസ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ആ ഫിനോമിന വെച്ചാൽ ഇപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമ്മൾ താഴെ നോക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ട്വിങ്കിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? റിയാലിറ്റിയിൽ അത് ട്വിങ്കിൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ താഴെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് നോക്കുമ്പോൾ, താഴെ നിന്നൊരു കുട്ടി മേലേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അതേ നക്ഷത്രത്തിന് സ്പേസിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അതെന്ത് ചെയ്യില്ല? ട്വിങ്കിൾ ചെയ്യുന്നില്ല. ആ ഒരു റീസണാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? നമ്മൾ ജോഗ്രഫി സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ സ്പേസിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അത് അറ്റ്മോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ വേണ്ട ഒരുപാട് ലെയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെയേഴ്സ് കടന്നിട്ടാണ് എന്ത്? അതിൻ്റെ മേലെ നിൽക്കുന്ന സ്റ്റാറിൻ്റെ ലൈറ്റ് ഏറ്റവും താഴെ നിൽക്കുന്ന നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും ലെയേഴ്സ് എന്തുണ്ട്? നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഓരോ അറ്റ്മോസ്ഫിയറിനും ഓരോ ഡെൻസിറ്റി ആയിരിക്കും, അതായത് ഓരോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവും ലൈറ്റ് ബെൻഡ് ചെയ്യും, ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെയറിലും എന്ത് നടക്കും? ഓരോ റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർ ഇവിടെയായിരിക്കും, ബട്ട് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ കുറച്ചും കൂടെ നീങ്ങിയിട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ കാരണം ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ കണ്ടൊരു കാർട്ടൂൺ ഉണ്ടല്ലോ, ആ മീൻ പിടിക്കാൻ പോയ കുട്ടിയുടെ അവസ്ഥ തന്നെയാണ് എന്ത്? ഈ നക്ഷത്രം നോക്കി നിൽക്കുന്ന നമ്മുടെയും അവസ്ഥ. നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റാറിനെ കാണും, പക്ഷെ അവിടെ ആയിരിക്കില്ല ആ സ്റ്റാർ, കുറച്ചങ്ങ് നീങ്ങി വേറൊരു പൊസിഷനിലായിരിക്കും. ആൻഡ് ഓരോ അറ്റ്മോസ്ഫിയറിലൂടെയും എന്തുണ്ട്? ഓരോ ലെയേഴ്സിലും റിഫ്രാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് സക്സസീവ് റിഫ്രാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് എന്ത്? അധികം ട്വിങ്കിൾ ചെയ്യാത്ത നമ്മുടെ സ്റ്റാർ നമുക്ക് ട്വിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നുന്നത്. അത് അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് തട്ടിത്തിരിഞ്ഞാണ് എന്ത്? നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. സോ നമുക്ക് എന്ത് തോന്നും? ആ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നും. ആ ഒരു ഫിനോമിനാണ് എന്ത്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് കാരണമാണ് എന്ത്? സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ലൈറ്റ് കമ്മിങ് ഫ്രം ഡിസ്റ്റൻസ് സ്റ്റാർസ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയർ. എയറിലുള്ള പല ലെയേഴ്സിൽ കൂടെയാണ് അത് പോന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈച്ച് ലെയർ ഡിഫേഴ്സ് ഫ്രം അതർ ഇൻ ദർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓരോ ലെയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഹെൻസ് ലൈറ്റ് അണ്ടർഗോസ് സക്സസീവ് റിഫ്രാക്ഷൻ. ഈ വേർഡ് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ എഴുതാൻ മറന്നു പോരുത്. ഓക്കെ, ആ സക്സസീവ് റിഫ്രാക്ഷൻ കാരണമാണ് എന്ത്? അതാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? സക്സസീവ് റിഫ്രാക്ഷൻ ആ ലൈറ്റിന് നടക്കും. സിൻസ് സ്റ്റാർസ് അറ്റ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദേ അപ്പിയർ ലൈക്ക് എ പോയിന്റ് സോഴ്സ്. അതായത് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് എന്ത് നമുക്ക് തോന്നുന്നത്? സ്റ്റാറിനൊക്കെ ഒരു കുഞ്ഞു കുത്തുപോലെ നമുക്ക് തോന്നുന്നത്. ആൻഡ് ദ റേസ് ഓഫ് ലൈറ്റ് അപ്പിയർ ടു കം ഫ്രം ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ റീച്ചിങ് ദി ഐ ആഫ്റ്റർ റിഫ്രാക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് എന്ത്? ആ സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അതൊരു സ്റ്റാർ മാത്രമല്ലല്ലോ ആകാശിക്കുന്നത്, കുറേ സ്റ്റാറുകളില്ലേ? അതിൻ്റെയൊക്കെ ലൈറ്റ് ഇങ്ങനെ റിഫ്രാക്ഷൻ വഴി വരുമ്പോൾ എല്ലാ സ്റ്റാർ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഇത് 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളുടേതായ രീതിയിൽ ഇത് എഴുതാം. ബട്ട് ഈ വേർഡ്സുകളൊന്നും അതിനകത്ത് മിസ്സായി പോകരുത്. ഡ്യൂ ടു റിഫ്രാക്ഷൻ ആണ് എന്ത്? സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത്. എന്ത് റിഫ്രാക്ഷൻ? സക്സസീവ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പം മെയിൻ പോയിന്റ്സ് ഒന്നും മിസ്സാവാതെ 2 മാർക്സിന് പറ്റുന്ന രീതിയിൽ അത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ കുറച്ച് 2 ലോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെൻസ് ഒരു മെയിൻ ഏരിയയിലേക്ക് ചെന്നു. ലെൻസ് എന്താണെന്ന് കണ്ടു. പിന്നെ അത് റിലേറ്റ് ചെയ്ത കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി പവർ ഓഫ് ലെൻസ്, ദെൻ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അപ്പോൾ ഇത്രയുള്ള ടോട്ടലി ഈ ഒരു ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഇവിടെ വരുന്നതുകൊണ്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് നമുക്ക് പഠിച്ചെത്തിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ്, ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നെ, ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ഫൈൻഡ് ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ്. ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് HI തന്നിട്ടുണ്ട്, HO തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുക, M is equal to HI/HO. നമുക്ക് 2 വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ HIയും HOയും രണ്ടും Y ആക്സിസിൻ്റെ അപ്പർ പോർഷനിലായതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. സോ +2 +8 നടക്കും. അപ്പോൾ HI/HO is equal to 8/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് ആൻസർ കിട്ടും. ഈ 4 എന്താണ്, പോസിറ്റീവാണ് അല്ലേ? ഇമേജ് ആണെങ്കിലും അതുപോലെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണെങ്കിലും രണ്ടും എന്താണ്, ആക്സിസിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൻസറും എന്ത് തന്നെയാണ്, പോസിറ്റീവാണ്. സോ മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ഇമേജ്. ഇമേജിൻ്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് Fനും to Fൻ്റെ ഇടയിലാണ് എന്ത്, നമ്മുടെ ഇമേജ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സാക്ട് പൊസിഷൻ. അപ്പോൾ പൊസിഷൻ ടു ഒബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയണം, X ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത്, ഇമേജിൻ്റെ പൊസിഷനും ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും. സോ നോർമലി അത് രണ്ടും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ U is equal to 10 സെൻറ്റിമീറ്റർ -10 സെൻറ്റിമീറ്റർ വരും. സോ M നമുക്കറിയാം +4 ആണ്, U is equal to -10 സെൻറ്റിമീറ്റർ. നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടില്ലല്ലോ. സോ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ, M is equal to V/U. അതിൽ നിന്ന് Vനെ നമ്മൾ കണ്ടുപിടിക്കും. അത് Mഉം Uവും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ V is equal to എന്ത് വരും, 4 × -10, ദാറ്റ് ഈസ് ഈക്വൽ ടു -40 സെൻറ്റിമീറ്റർ. അപ്പോൾ 40 സെൻറ്റിമീറ്റർ അകലെയാണ് എന്ത്, നമ്മുടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളാണ്, ഒന്ന് ഒബ്ജക്റ്റിനേക്കാളും വലുതാണ്, ലാർജറാണ്, എൻലാർജ്ഡ് ഇത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ആൻഡ് നേരെയല്ല നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വൽ ആയിരിക്കും. ഇറക്റ്റ് നിവർന്നാണ് ഇമേജ് എങ്കിൽ അത് ഇറക്റ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വെർച്വലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല? ഇവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇക്വേഷനാണ്. മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത്, നമ്മൾ 2 ക്വസ്റ്റ്യൻസും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the prescription of an ophthalmologist, it is written as -2 point diopter. Ophthalmologist ആരാ? യെസ്, നമ്മുടെ കണ്ണിൻ്റെ ഡോക്ടറാണ്. അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷനിൽ, ആൾ കൊടുത്ത പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് -2.5 D ഡയോപ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ ഡോക്ടർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആളെന്താ, ഇത്രയും പവർ ഉള്ളൊരു ലെൻസാണ് എന്ത് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് -2.5 D ഉള്ളൊരു ലെൻസ് താങ്കൾ ഉപയോഗിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ അത് ആരായിരിക്കും, കോൺകേവ് ആയിരിക്കും. അതും അപ്പം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ്, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത് വന്നു, നെഗറ്റീവ് ആണ്, സോ ഇറ്റ് ഈസ് എ കോൺകേവ് ലെൻസ് ആണ്. ആൻഡ് ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. നമുക്ക് പവർ തന്നിട്ടുണ്ട് -2.5 ഡയോപ്റ്റർ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P is equal to 1/F ആണെങ്കിൽ F is equal to 1/P വരും. ഓക്കെ, P നമുക്കറിയാം, ദാറ്റ് ഈസ് -2.5 ആണ്. സോ 1/-2.5 മീറ്റർ. ഞാൻ പറഞ്ഞു ഫോക്കൽ ലെങ്ത് ഇവിടെ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്നത് മീറ്ററിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ഇതിലേക്ക് മാറ്റണം, സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 മീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്, 100 സെൻറ്റിമീറ്റർ ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, 100 കൊടുക്കും. സോ -100/2.5 സെൻറ്റിമീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു -40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നേരത്തെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പവറിനെ സെൻറ്റിമീറ്ററിലാക്കി ആക്കിയതിന് ശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതല്ലെങ്കിൽ ആൻസർ ഫൈനൽ കിട്ടുന്ന ആൻസറിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏത് മെത്തേഡിലും നമുക്കത് ചെയ്യാം. എനിവേ നമ്മുടെ ഫോക്കൽ ലെങ്ത് നമുക്ക് സെൻറ്റിമീറ്ററിലായിരിക്കണം കിട്ടേണ്ടത്. പവർ എപ്പോഴും തരുന്നത് ഡയോപ്റ്ററിലാണെങ്കിൽ അത് മീറ്ററിലാണ്. ഓക്കെ, അപ്പം അത് ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് നോക്കാം. The figure given below shows a ray of light passing through 2 different media. Choose the correct image from the following. അപ്പോൾ 4 ഇമേജസ് തന്നെ കറക്റ്റ് ചെയ്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഗ്ലാസും എയറുമാണ്. നമുക്കറിയാം ഗ്ലാസ് ആണ് എന്ത്, ഡെൻസിറ്റി കൂടുതലുള്ളത്, ഇവിടെ ഡെൻസിറ്റി എന്താണ്, കുറവാണ്.
അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിലേക്ക് വരുമ്പോൾ നോർമൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലൈറ്റ് റേ എവേ ഫ്രം ദ നോർമലാണ് അല്ലേ? പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? അടുത്തേക്ക് വന്നിരിക്കുകയാണ്, ടുവാർഡ്സ് ദി നോർമലാണ് വന്നിരിക്കുന്നത്. സോ ഇമേജ് തെറ്റാണ്. ഇനി ഈ കേസ് എടുക്കുകയാണെങ്കിൽ എയർ ആണ് എന്ത് ഡെൻസിറ്റി കുറവുള്ളത്. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ളിടത്ത് നിന്ന് കൂടുതലുള്ളിടത്തേക്ക് വരുമ്പോൾ എന്താ? ടുവാർഡ്സ് ദി നോർമലാണ് വരേണ്ടത് അല്ലേ? പക്ഷെ ഇവിടെ എന്താ? എവേ ഫ്രം ദി നോർമലാണ് പോയിരിക്കുന്നത്. സോ ഈ ഇമേജും എന്താണ്? തെറ്റാണ്. ആൻഡ് പിക്ചർ 3 എടുക്കുകയാണെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലോ ഡെൻസർ മീഡിയ റെയർ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? എവേ ഫ്രം ദി നോർമൽ. കറക്റ്റാണ്. സോ പിക്ചർ 3 ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതും റോങ് ആണ് അല്ലേ? നമ്മൾ വേർട്ടിക്കൽ ആയിട്ടാണ് ലൈറ്റ് റേ കൊടുക്കുന്നതെങ്കിൽ അതെങ്ങനെ തന്നെ പോകണം, ഇങ്ങനെ തന്നെ പോകേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പോയില്ല. അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. സോ പിക്ചർ 3 ആണ് എന്ത് കറക്റ്റ് ആൻസർ. Because when a ray of light passes from a medium of higher optical density to a medium of lower optical density, the refracted ray deviates away from the normal. ആ ഒരു റൂള് ഒബേ ചെയ്തത് ആ ഒരു പിക്ചർ മാത്രമാണ്. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് നിങ്ങൾക്കും പ്രോബബ്ലി എക്സാംസിന് വരുന്നത്. ലെൻസ് ഇക്വേഷൻസ് യൂസ് ചെയ്തതും വരും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തതും വരും. അപ്പോൾ അതും എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് ഈ ചാപ്റ്ററിന് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.